ഹായ്, മല്ലു ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ Huawei Y6 Prime എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും പിന്നെ എൻ്റെ ക്വിക്ക് ഇംപ്രഷനുമാണ് പറയാൻ പോകുന്നത്. തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്ന ബോക്സ്. ഫ്രണ്ടിൽ തന്നെ Huawei Y6 Prime 2018 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഒമാൻ എന്നാണ് കൊടുത്തേക്കാണ്, കാരണം ഞാനിത് പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ബാക്കിലായിട്ട് കീ ഫീച്ചേഴ്സ് ആയിട്ടുള്ള 4 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. Huaweiയുടെ ഫുൾ വ്യൂ ഡിസ്പ്ലേ, പിന്നെ ഹൈ വോളിയം സ്പീക്കേഴ്സ്, ക്വിക്ക് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക്, പിന്നെ 8 MB സെൽഫി ക്യാമറ വിത്ത് ടോണിംഗ് ഫ്ലാഷ് ആണ്. താഴെയായിട്ട് നമ്മുടെ മോഡൽ നമ്പറും പിന്നെ കളർ ബ്ലാക്ക് ആണ്. പിന്നെ RAM ROM 2GB 16GB എന്നുള്ള വേരിയൻറ്റിലാണ് ഇത് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഫോണാണ് നല്ലൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു സോളിഡ് ഫീല് തോന്നുന്നൊരു ഫോണാണ്. ബാക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, എന്നിട്ട് പോലും ഒരു മെറ്റൽ ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ബാക്കിലെ ക്യാമറ നല്ല ഇഷ്ടപ്പെട്ടു, ആ ഒരു പ്ലേസ്മെൻറ്റും എല്ലാം. അപ്പോൾ നമുക്ക് ബോക്സിൽ ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് താഴെയായിട്ട് നമ്മുടെ സിം ഇജക്റ്റർ ടൂളുണ്ട്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ വാറൻറ്റിയും പിന്നെ യൂസർ ഗൈഡും എല്ലാമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിന് താഴെയായിട്ട് നമ്മുടെ ഇയർഫോൺ നോർമൽ ഇയർഫോണാണ്. പിന്നെ നമ്മുടെ ചാർജിങ് ബ്രിക്കും നോർമലാണ്, ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ചാർജിങ്ങിനും ഡേറ്റ ട്രാൻസ്ഫറിനും വേണ്ടി ഒരു USB കേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ സിം ഇജക്റ്റർ ടൂൾ. അപ്പോൾ ഫോണിലേക്ക് വരാം. ഫ്രണ്ടിൽ 4 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കറിൽ. നമുക്ക് ഈ സ്റ്റിക്കറെല്ലാം ഒന്ന് ഊരിയിട്ട് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഒരു നോച്ച് ഡിസൈൻ എന്ന് തോന്നും, പക്ഷേ ഇത് നോച്ച് ഡിസൈൻ അല്ല. ഇതിൽ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊരു ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ട്. ഫോണൊന്ന് ഓവറോൾ ലുക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ലുക്ക് തന്നെ ഇതിനുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 15,000 ആണ്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു സൈറ്റിലും അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴാണ് അവൈലബിൾ ആവുന്ന ആ സമയത്ത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്കൊരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് തന്നിട്ടുണ്ട്. സൈഡിലായിട്ടാണ് സിം ഇജക്റ്റർ ടൂള്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. Huawei എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് താഴെ തന്നിട്ടുണ്ട്. താഴത്തെ ചിഹ്നം കുറച്ച് വലുതാണ്, പക്ഷേ എന്നാലും 18:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിൽ തന്നെയാണ് ഈ ഒരു ഫോൺ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ റൺ ചെയ്യുന്നത് EMUI എന്ന് പറയുന്ന സിയോമിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം UI ആണ്. EMUI 8.0 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സെറ്റപ്പ് ഇതാ ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടപ്പ് സ്ക്രീൻ വരുന്നതേ ഉള്ളൂ, കുറച്ച് ലാഗുണ്ട്. എന്നാലും 2GB 16GB എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വരുന്നതിൽ ഏറ്റവും ബേസ് മോഡൽ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇൻഫോയും ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് EMUI വേർഷൻ 8.0 ആണ്. ആൻഡ്രോയിഡ് വേർഷനും 8.0 ഓറിയോയിലാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന CPU Qualcomm Snapdragon 425ഉം 2GB RAM, ഇൻറ്റേർണൽ സ്റ്റോറേജ് 16GB 9GB ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ 1440x720 ആണ്.
ഇതിൽ ഞാൻ ഒറ്റ ലുക്കിൽ എനിക്ക് തോന്നിയത് കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഇപ്പോൾ ഈ ടൂൾസിൽ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നതല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു 6 ഗെയിംസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആപ്പെല്ലാം നല്ല ക്വിക്കും റെസ്പോൺസീവുമാണ്. ഈ EMUI 8.0 നല്ലൊരു ഫാസ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ സ്റ്റൈലൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് തീം കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റിങ്സിൽ കൂടെ ബ്ലാക്ക് തീം കൊടുത്തതിനെ കൊള്ളായിരുന്നു. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു 3000 mAh ബാറ്ററിയാണ്. പക്ഷേ അത് കുറവാണെന്നറിയാം. പക്ഷേ എന്നാലും നമ്മുടെ ഈ പവർ സേവിങ് മോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലോങ് ടൈം യൂസേജ് ഉണ്ടാവും. മാത്രമല്ല ഇതിൽ സ്ക്രീൻ റെസൊല്യൂഷൻ കുറച്ചും ബാറ്ററി സേവിങ് നടത്താവുന്നതാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 5 MB മാത്രമാണ് സിസ്റ്റത്തിന് വേണ്ടി എടുക്കുന്നത്. ബാക്കിയെല്ലാം ബ്ലോട്ട്വെയർസ് റിമൂവ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിം ഇജക്റ്റർ ടൂൾ വെച്ച് ഈ സിം ഒന്ന് Huawei Y6 Prime ഒരു ഡ്യുവൽ സിം ഫോണാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രേ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലോങ് ട്രേ ആണ്. ഇതിൽ ഫസ്റ്റതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാം, പിന്നെ 2 നാനോ സിംസ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രേ സിസ്റ്റം ഒരു ഫോണിൽ കാണുന്നത്. ബാക്കിയുള്ളതിലെല്ലാം 2 സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും. അപ്പോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറ 13 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലുമാണ്. ഇതിൽ തന്നെ കുറേ മോഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ടായിട്ട് റെസൊല്യൂഷൻ 13 മെഗാ പിക്സൽ തന്നെയാണ്. നമുക്ക് 5, 8, 9, 10 എന്ന് പറയുന്ന റെസൊല്യൂഷൻസും അവൈലബിൾ ആണ്. ഇതിൽ തന്നെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 13 മെഗാ പിക്സൽ നമുക്ക് 1080p വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ഫുൾ സ്ക്രീൻ പോലൊരു ഇത് കിട്ടുകയാണ്. നമുക്ക് റെസൊല്യൂഷൻ ഡിഫോൾട്ടായിട്ട് 720pയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുൾ HD 1080pയിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇതിൽ സെക്യൂരിറ്റി ഓപ്ഷൻസിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സെക്യൂരിറ്റി പാച്ച് മാർച്ച് 1 ആണ്. നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി ഫിംഗർ പ്രിൻ്റ് ID ഉണ്ട്. നല്ല ക്വിക്കായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് ID ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഫേസ് അൺലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നല്ല ക്വിക്കായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് Huawei. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ പറ്റും, പിന്നെ സേഫ് ആക്സസ് ചെയ്യാൻ പറ്റും. സേഫ് എന്ന് വെച്ചാൽ നമ്മുടെ പിക്ചേഴ്സും വീഡിയോസൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ആപ്സും ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അവർ പറയുന്ന ആ പൊസിഷൻസ് ജസ്റ്റ് ആ ഫിംഗർ പ്രിൻറ്റിൽ വെച്ചാൽ മതി. എല്ലാ പൊസിഷനും വെച്ചിട്ട് ഒന്നുകൂടി 4 സൈഡും ഒന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഫിംഗർ പ്രിൻ്റ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. നല്ല ക്വിക്കാണ്. ഞാനൊന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആവുകയാണ്. ഞാൻ വൈഫൈ കണക്ട് ചെയ്തു. അപ്ഡേറ്റ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ കിടക്കുന്ന സെക്യൂരിറ്റി പാച്ച് മാർച്ചാണ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. എന്നാലും ജൂണായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും വേറെ അപ്ഡേറ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല. സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 5.7 ഇഞ്ച് IPS ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ പറയുകയാണെങ്കിൽ 75.4% ആണ്. മുകളിലത്തെ ചിഹ്നം താഴത്തെ ചിഹ്നം
കുറച്ച് വലുതായിട്ട് തോന്നാം, പക്ഷേ എന്നാലും 5.7 ഇഞ്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഗെയിംസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബിൽറ്റ് ഇൻ അല്ല, അവർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഗെയിംസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആപ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്പേസ് ലാഭിക്കാവുന്നതാണ്. ഫേംവെയർ വെറും 5 GB എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ആപ്സ് ഏതാണ്ട് 1 GB അടുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഈ അതർ എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതൊന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1.35 GB ഇനിഷ്യൽ ബൂട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ആപ്പും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we want. Don't make us who we are. So I'll dream until I make it real. And അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ ഈ സ്പീക്കേഴ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡിവൈസിലിപ്പോൾ ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റിൽ ഇത് അൺലോക്ക് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് ജസ്റ്റ് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ റെക്കഗ്നൈസിങ് ഫേസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഫാസ്റ്റാണ്, നിങ്ങൾക്ക് ഒന്ന് സൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഫിംഗർ പ്രിൻറ്റിനേക്കാളും കുറച്ച് ഒരു സെക്കൻഡ് പോലും ഫാസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ലോങ് ടേം യൂസിൽ ചെയ്ത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഫേസ് വെച്ച് ട്രൈ ചെയ്യപ്പോൾ അൺലോക്ക് ആവുമോ എന്ന് നോക്കാനും ഉണ്ട്. അടുത്ത ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 8 മെഗാ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ബ്യൂട്ടിഫൈ എന്ന് പറയുന്ന ഒരു മോഡ് അവൈലബിൾ ആണ്. നോർമലി ഇപ്പം വരുന്ന എല്ലാ ഫോണുകളിലും ഈ ഒരു മോഡ് കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ഒരു സോഫ്റ്റ് ഓൺ ഫ്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫ്ലാഷ് ഫ്രണ്ടിലുണ്ട്. റെസൊല്യൂഷൻ മാക്സിമം 8 മെഗാ പിക്സലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെയും റെസൊല്യൂഷൻസിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോഴും മിറർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. നമ്മൾ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ. ബ്യൂട്ടി മോഡ് നമുക്ക് ഈസി ആയിട്ട് മുകളിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഇതിലും കുറേ മോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് അഡീഷണൽ മോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p റെസൊല്യൂഷൻ വെച്ച് മാത്രമേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ Huawei Y6 Prime എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.